ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് കേട്ടോ. അവിടെ ഫയർ സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ നമ്മുടെ ITI ഉണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ എക്സൈസ് ഓഫീസിൻ്റെ മുമ്പിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എക്സൈസ് ഓഫീസ്. അകത്തോട്ടങ്ങനെ പോകുന്നതല്ല, പക്ഷെ ഇതിലൂടെ പുറത്തൊക്കെ അങ്ങോട്ട് പോകാൻ വഴിയെല്ലാം ഉണ്ട്. നമ്മൾ അതിലൂടെ ആൾക്കാരെല്ലാം പോകലുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. വണ്ടിയെല്ലാം വരുന്നുണ്ട്. ഇത് എക്സൈസ് ഓഫീസ്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ആൺപിള്ളേരുടെ ഹോസ്റ്റൽ. പിന്നെ നമ്മുടെ ITI, പുതിയ ITI ആണ് കേട്ടോ. പുതിയ കുറേ ബിൽഡിംഗ് എല്ലാം വരുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ എക്സൈസ് ഓഫീസ്. തൊട്ടടുത്താണ് ഇതെൻ്റെ മൂത്തമ്മേൻ്റെ വീട്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട്. ഇതിലൂടെയാണ് നമ്മൾ പൊട്ടംകുളത്തിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ വേറൊരു സാധനം കൂടി ഇവിടെ ഒരു ഇതുണ്ട്. ഇത് നമ്മുടെ പുതിയ ITIൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. പുതുതായിട്ട് ഇവിടെയാണ് വരുന്നത്. ഇപ്പോൾ ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, അപ്പുറത്തെ ടൗണിലാണ് കേട്ടോ. ഇവിടെ ഇനിയിപ്പോൾ ഇത് വലിയ ബിൽഡിംഗ് ആക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ITI കെട്ടുന്നത്. നല്ല കുറേ കോഴ്സൊക്കെ വരാനുള്ള ഇതുണ്ട്. എൻ്റെ കൂടെ ചിന്നുവും കുഞ്ഞനുണ്ട്. രണ്ടാൾ ഹായ് പറയൂ. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ആൺപിള്ളേരുടെ ഹോസ്റ്റലുണ്ട് കേട്ടോ. പ്രീ മെട്രിക് ഇതിലൂടെ പോകുന്നത്. എന്താ പ്രീ മെട്രിക് ഹോസ്റ്റൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. താഴെ അങ്ങോട്ട് കുറേ വീടൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഹോസ്റ്റൽ. ഇവിടെ ആൺപിള്ളേർ മാത്രമാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ കേട്ടോ ഇവിടെ ഉള്ളത്. ഈ ഭാഗത്താണ് അങ്ങോട്ട് കാണിക്കുന്നു. അങ്ങോട്ട് ചിന്നു, അത് ചിന്നുവിൻ്റെ പുതിയ വീട് കെട്ടുന്നത്. ഇത് ഞങ്ങളുടെ മൂത്തമ്മേൻ്റെ വീട്. പിന്നെ ഇത് ഫയർ സ്റ്റേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. ഇത്ര അടുത്താണ്. ഞങ്ങൾ ഫുള്ള് സുരക്ഷിതമാണ്. എല്ലാം നമ്മൾക്ക് എന്ത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നമുക്ക്. അങ്ങോട്ട് കാണിക്കും. അതാണ് ഗൈസ് എൻ്റെ വീട്. അതാണ് എൻ്റെ വീട്. നമ്മൾ അങ്ങോട്ടും കാണിക്കാം. പുതിയ വീട്. നമ്മുടെ എക്സൈസ് അല്ല, ഇത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. ഓ, ഇത് നമ്മുടെ ജാക്കി, ചിന്നുൻ്റെ എല്ലാം പട്ടി. ഇതാണ് എൻ്റെ വീട്. അധികം കാണിക്കാനൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്തെ അയൽക്കാരാണ് ഫയർ സ്റ്റേഷനിലത്തെ സാറുമാർ. മഴ ആയതുകൊണ്ട് ഫോണും പിടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഡ്രസ്സേട്ടൻ വരുന്നുണ്ട്. ചേട്ടൻ ഇന്ന് പണിയില്ല. ഇതാ നമ്മുടെ ടാങ്ക്. നമ്മുടെ വീട്ടിലൊക്കെ എല്ലാം എടുക്കുന്നത്, നമ്മുടെ 4 വീട്ടിലൊക്കെ എടുക്കുന്ന ടാങ്കാണ് കേട്ടോ. നമ്മുടെ പക്രു അതാ പോന്ന. ഇത്ര അടുത്താണ് ഞങ്ങൾക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ. ഞങ്ങളൊരാവശ്യത്തിന് ഇവരെ വിളിക്കലില്ല കേട്ടോ. നമുക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇങ്ങോട്ടാണ് ടൗൺ. അത് ആ ഭാഗം കാണുന്നതൊക്കെ ഫുള്ള് ടൗണാണ്. ഇത് നമ്മുടെ പഴയ വില്ലേജ് ഓഫീസ്. ഇത് നമ്മുടെ പുതിയ വില്ലേജ് ഓഫീസ്. വില്ലേജ് ഓഫീസ് പോലെ ഞങ്ങൾക്ക് മുറ്റത്താണ്. അല്ല ജിന്നു, വില്ലേജ് ഓഫീസ് പോലെ നമുക്ക് മുറ്റത്താണ്. അതെ. ഇതെൻ്റെ വീടിൻ്റെ മുൻവശം ഇങ്ങോട്ടാണ്. പിന്നെ കാണിക്കാനുള്ളത് നമ്മുടെ പഴയ വില്ലേജ് ഓഫീസ്. അതിൻ്റെ അടുത്തുള്ളതാണ് പുതിയ വില്ലേജ് ഓഫീസ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ മൃഗാശുപത്രി. അല്ലാണേ? ആ ഓറഞ്ച് അല്ലേ? ഓറഞ്ച് അല്ല,
അത് ആ ഓടിട്ടത് കാണുന്നതാണ് നമ്മുടെ ഇത് മൃഗാശുപത്രി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇത് ഈ വഴിയിലൂടെ പോലെ നമ്മുടെ എന്താ ഹെൽത്ത് സെൻ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഇതിലൂടെ പോകാൻ വഴിയില്ല, ഇതിലൂടെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. മെയിൻ നമ്മുടെ ടൗണിലൂടെ പോയാൽ ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ഇത്രയും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു വീട്. ഭാവിയിൽ ഇതുപോലത്തെ ഒരു വീട് കെട്ടണമെന്നാണ് ഒരാഗ്രഹം. ഇപ്പോഴുള്ള വീട് ഇതാണ്. ഇത്രയും ഇതിലൂടെ മുമ്പ് മതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഇപ്പോൾ കെട്ടിയതാണ്. ഇപ്പോൾ ഒരു 2 വർഷമായിട്ടുണ്ടാവും അല്ലേടാ ഇത് കെട്ടിയിട്ട് അത്രേ ആയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലൂടെയാണ് ടൗണിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് റോട്ടിൽ പോകണം. അതെ, നമ്മൾ തുണി വിരിച്ചിട്ടുണ്ടായിരുന്ന പാറ. കാരണം വേനൽക്കാലത്ത് ഇവിടെ ഉണങ്ങിയിട്ട് നല്ല പാറ മാത്രമേ ഉണ്ടാവും. അപ്പോൾ പാറപ്പുറത്താണ് ഞങ്ങൾ പുതപ്പെല്ലാം അറക്കിയാൽ വിരിച്ചിടുന്നത്. അത് ചിന്നു പറയാൻ പറഞ്ഞു. ഇവിടെ കുറേ ഭായിമാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്ത് ITIൻ്റെ പണി നടക്കുന്നവരാണ്. അവർ ടൗണിൽ പോകുന്നതാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ നമ്മുടെ പറമ്പാണ് കേട്ടോ. കുഴി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ വന്ന് നമ്മുടെ ചെത്തിപ്പൂവ് കാണിക്കാനാണ്. നിറച്ചും പിടിച്ചിട്ടുണ്ട്. എന്താ നമ്മുടെ മാവ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി.